ഇ-മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 24-ലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു മരം വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ചിത്രാൻ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചിത്രാൻ്റി പറഞ്ഞിട്ടുണ്ട് ചിത്രാൻ്റിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നമ്മളൊരു മരം വെച്ചിട്ട് വേണമെന്ന്. കാരണം നമ്മുടെ ഈ എല്ലാ സ്ഥലത്തും ഓക്സിജന് വേണ്ടിയിട്ടാണ് അത് ആൻറ്റി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഒരു മരം നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിത്രാൻ്റിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളൊരു മരം നടാൻ പോവുകയാണേ. കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലും ഒരുക്കി വച്ചില്ലേ. കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. ലവ് യു ചിത്രാന്റി.
പള്ളിക്കൂടന്താനറിയേ ഏടറിയേ നിർത്തറിയേ എഴുതവഹനാനറിയേ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടന്താനറിയേ ഏടറിയേ നിർത്തറിയേ എഴുതവഹനാനറിയേ ഏട്ടല എഴുതവില്ല എഴുത വച്ച പഴക്കമില്ല ഇലക്കണം പഠിക്കമില്ല തലക്കണമോ എനക്ക് ഇല്ല പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടന്താനറിയേ ഏടറിയേ നിർത്തറിയേ എഴുതവഹനാനറിയേ നമസ്കാർ വാരി. ഹലോ ഹലോ, ആരാണ് ഈ ആപ്പിൾ ഗേൾ? Where are you from? കാശ്മീർ. Oh, ചുച്ചിക്വർ. എന്ത്? ഞാൻ കാശ്മീരി മാത്രമേ സംസാരിക്കാറുള്ളൂ. സോറി. ഇതിപ്പോ സംസാരിച്ച പിന്നെ എന്തെന്നാ? ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഇവിടെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കും. ഒന്നുകൂടെ പറഞ്ഞപ്പോ ചോദിച്ചത് ചുച്ചിക്വരെ അറിയുന്നല്ലേ അല്ലേ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കാശ്മീരിൽ ഒന്നിച്ച്. അതുകൊണ്ടാ. അതെ അച്ഛനും മോളല്ലേ? അതെ അതെ. ഇത് കാശ്മീരിലെ ഏത് താഴ്വരയാണ് ബാക്കിൽ കാണുന്നത്? ഇത് പഹൽഗാം. പെഹൽഗാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയാ. അവിടുന്ന് ഞാൻ വളരെ പക്ഷെ അവിടുത്തെ ആപ്പിൾസ് റെഡ് അല്ലേ? ഇത് കയ്യിലുള്ളത് ഞാൻ കൊണ്ടുപോകുന്നു. ഇവിടെ MJ അങ്കിളിന് ഇഷ്ടം ഗ്രീൻ ആപ്പിളാ. അപ്പൊ ഞാൻ എന്റെ അച്ഛന് വേണ്ടിയിട്ട് കാശ്മീർ പോയി വളരെ കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വന്ന ആപ്പിളാണ്. അത് മനസ്സിലായില്ലേ? MJ അങ്കിളിന് ഗ്രീൻ ആണ് ഇഷ്ടം, അതുകൊണ്ട് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, പച്ച ആപ്പിൾ കൊണ്ടുവന്നു. MJ അങ്കിളിന് കൊടുത്തു. ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അടി ഉണ്ടാക്കണ്ട. ഇത് ഗ്രീൻ ആപ്പിളാണ്, പഴുത്ത ഗ്രീൻ ആപ്പിളാണ്. ഓഹോ, അപ്പൊ MJ അങ്കിളിന് മാത്രമാണ് ആപ്പിൾ? ഇത്രയോ? അല്ല, അല്ല, ഗ്രീൻ ആപ്പിൾ എന്റെ അളയന്മാർക്കും എന്റെ അച്ഛനും എന്റെ ചേച്ചിക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചേട്ടന്മാർക്ക് തരാം. എല്ലാവർക്കും കൊണ്ട് തരട്ടെ? An apple a day keeps the doctor away. അപ്പൊ ഞാൻ കഴിക്കാം. അതെ, കഴിക്കണം. താങ്ക് യു. അടുത്തൊന്നും ഡോക്ടറെ കാണണം. എങ്ങനെയുണ്ട് ആപ്പിൾ? വെരി നൈസ്. മക്കളെ എന്നാച്ചാ കാര്യം പറയണല്ലോ. എന്റെ മോളുടെ ആ ആപ്പിളിന് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര സ്വാദ്. അങ്ങനെ എനിക്കും തോന്നി. എന്തൊരു ഭാഗ്യമായോ ഇങ്ങനത്തെ ഒരു മോള് അല്ലേ? അതെ അതെ. അച്ഛന് വേണ്ടി ഇത്ര ദൂരം അവിടെ പോയി. ആപ്പിൾ തോട്ടം കണ്ടോ?
ആ കണ്ടു. ഓ ഇത് മോളുടെ ആണോ? എന്റെയാ, ഞാൻ വാങ്ങിച്ചതാ അവിടെ ചെന്നപ്പോ എഴുതി തന്നതായിരിക്കും അല്ലേ? ആ എനിക്ക് തോന്നി. താങ്ക്സ്. ഇവിടെ തമിഴില് ആപ്പിൾ കണ്ണേ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? പൈനാപ്പിൾ കണ്ണയല്ലേ? അല്ലല്ല, ആപ്പിൾ പെണ്ണേ നീ അതാണ്. ആരോ, ഇതാണ് ആപ്പിൾ പണ്ണേ. ഐസ്ക്രീം സിലയേ നീ ആരോ, അതല്ലേ? ആ. എനിക്കൊരു സംശയം. ഈ നേരെ പുറകിലുള്ള മരത്തില് ഫുൾ ചുവന്ന ആപ്പിൾ ഉണ്ട്. അതെ. ചുറ്റുവട്ടത്തുള്ള മരത്തിലൊന്നും കാര്യമായിട്ട് ആപ്പിൾ കാണുന്നില്ല. ആര് പറഞ്ഞു? അത് ഗ്രീൻ ആപ്പിൾ. അതുകൊണ്ട് അവിടെ നോക്ക്, അടുത്ത് നോക്ക്, ഇവിടെ ഗ്രീൻ ഫുൾ ഗ്രീൻ ആപ്പിളാ. കണ്ടോ? ഈ സൈഡിലുണ്ട്. അവിടുന്നാ ഞാൻ പറിച്ചോണ്ട് വന്നത്. അത് ശരി. എന്നുവെച്ചാ ഇവിടെ ഈ സ്ഥലത്ത് ഫുൾ ഒരു 25 ഏക്കർ പറഞ്ഞില്ലേ, അവിടെ ഫുൾ റെഡ് കളർ ആപ്പിളാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ ഫുൾ ഗ്രീൻ കളർ ആപ്പിളാണ്. പക്ഷെ ഈ അറ്റത്ത് കാണുന്ന ചിക്കു ആണോ? അല്ല, മൊസംബി. അല്ല എടി, അത് how can it be Mosambik? Look at that, it's brown it is. ആ എന്താ അച്ഛാ ഇതെന്താ ഒന്നും പറഞ്ഞു തരുന്നില്ലേ? മോസംബിയോ? കാശ്മീർ പോയി മൊസാംബി പറിച്ചോണ്ട് വന്ന് എന്റെ അല്ലത് മൊസംബിയല്ല, ഇത് ഗ്രീൻ ആപ്പിളാ. ഗ്രീൻ അത് ഞാൻ ഇവിടെ കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി. പക്ഷെ ഗ്രീൻ ആപ്പിൾ ഒന്നും നമുക്ക് അങ്ങനെ വളരെ റെയർ ആയിട്ട് ആപ്പിൾ മൊസാംബി ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ആണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ ഫ്രണ്ട്സ് ആണല്ലേ? ആ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റും. ആരെങ്കിലും വരുന്നുണ്ടോ വേറെ ഇവിടുന്ന്? ആർക്കെങ്കിലും എന്റെ 900 ഏക്കർ തോട്ടം കാണുന്നുണ്ടോ? സുശാന്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്. കാണണ്ട. ഓക്കെ, സുശാന്തേട്ടൻ കാണണ്ട. വേറെ ആർക്കെങ്കിലും? വേണ്ട വേണ്ട. ഇത് ആപ്പിൾ കിട്ടിയല്ലോ, അത് മതി. ഓക്കെ, ഞാൻ ഇടയ്ക്ക് വേണമെങ്കിൽ പോയിട്ട്, എനിക്ക് വേറെ അമേരിക്കയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ എല്ലാവർക്കും ആപ്പിളും മുന്തിരിയൊക്കെ കൊണ്ടുതരാം കേട്ടോ. അപ്പൊ സാധനങ്ങൾ കിട്ടിയാ മതി. മതി. ഓക്കെ, മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാന്ന്. പിന്നെ ഓക്കെ. കുഞ്ഞു മനസ്സിന്റെ രാഗവിലോല ഭാവങ്ങളുടെ സ്വരസന്ധിയിൽ നമ്മുടെ മേഘടു എത്തുന്നു. വെൽക്കം. ആരുടെ ഇത്? അജുകിന്ന അജുകിത ഗുമുകിന്ന ഗും വാട്ട് പോയി, എന്താണിത്? ആരാ ഇത്? ഓട്ടോക്കാരാ? എന്താ ഓട്ടോക്കാര്? എന്ത് പറഞ്ഞോണ്ട് അങ്ങോട്ട് വന്നത്? അതാണല്ലേ ഭാഷ. മീശ കൊള്ളാലോ. ഇപ്പൊ വളർന്നതാണോ? ഇപ്പൊ വളർന്നതാണോ? പിന്നെ ഇന്നലെ മുളച്ച മീശ അല്ലേ? പൊടിമീശ മുളയ്ക്കണ കാലം ആണോ? ഇടനെഞ്ചില് ബാൻഡടി മേളം. ആണോ? മേളമാണോ? മുടി എങ്ങനെയായേ? അയ്യോ, ഓട്ടോക്കാരന്റെ പേരെന്താ? ആരാ? രാമനോ? രാമൻ. രാമൻ എന്നാണ് പേര്. ഹലോ രാമേട്ടാ. എന്തോ ഇത് ഓട്ടോക്കാരൻ രാമേട്ടനാണോ? അതെ. ഓട്ടോയുടെ പേര് ഉഷക്കുട്ടിയോ? അത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഒറ്റ മിനിറ്റ്. രാമനാണോ പ്രേമനാണോ? സോറി, പേര് ചെറുതായിട്ടൊന്ന് മാറി. കുഴപ്പമില്ല, രാമനും പ്രേമനും ഒക്കെ അടുത്തടുത്ത് ഓ, പി രാമൻ. ആപ്പിള് വേണോ? അല്ല, ചിലപ്പോഴേ ഇനിഷ്യലി ചേർത്ത് വായിച്ചായിരിക്കും പി രാമൻ എന്നായിരിക്കും. അതെന്താ അങ്ങനെ ഇടാൻ കാരണം? ആരാ അത്? ഉഷക്കുഞ്ഞാരാ? എന്റെ ഓട്ടോ. ആരാണ് ഈ ഉഷ? ഉഷയോ? ഓട്ടോ. ഓട്ടോ ആണ് ഉഷ. ഓട്ടോന്റെ പേരാണോ? എന്തുകൊണ്ട് അങ്ങനെ പേര് വെച്ചത്? അതെനിക്കറിയില്ല. ഓട്ടോയുടെ ഇഷ്ടത്തിന് ഓട്ടോ പേര് വെച്ചു. ഓട്ടോയുടെ ഇഷ്ടത്തിന് ഓട്ടോ പേര് വെച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു ഉഷക്കുഞ്ഞേന്ന് വിളിക്കാൻ പറഞ്ഞു എന്നോട്. ഓട്ടോ പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഈ പ്രേമേട്ടനാ? പ്രേമേട്ടാ, ഏത് പാട്ടാന്ന്? പാട്ടൊന്നുമില്ല, ജസ്റ്റ് ഓ ഞാൻ വിചാരിച്ചു കമ്മലിട്ട തങ്കത്താളം. ഏത് കമ്മല്?
കിഴക്കുമല കമ്മലിട്ട തങ്ക കിഴക്കുമല കമ്മത്തിട്ട് അതാണോ? അപ്പൊ നമുക്ക് കേക്കാം അല്ലേ? ആ. റെഡിയാണോ? ആ. പഠിച്ചിട്ടുണ്ടോ? ആരാ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ? എന്റെ മ്യൂസിക് ഡയറക്ടർ ഇളയരാജ. ഇളയരാജ സർ. ഇളയരാജ അങ്കിൾ. അങ്കിൾ. പിന്നെ ആരാണ് ഇത് എഴുതിയത്? എഴുതിയത് വയലാർ. വയലാർ ആരാ? അങ്കിളോ സാറോ? വയലാർ ചലച്ചിത്രം. ആരാ? ചലച്ചിത്രല്ലേ? വയലാർ ചലച്ചിത്ര അല്ല ചലച്ചിത്രം. വയലാർ ചലച്ചിത്ര ചിത്രം അത്ര ഓർമ്മയുള്ളൂ. വയലാർ ചലച്ചിത്രമാണ് ഈ പാട്ട്. പിന്നെ സിനിമയുടെ പേര് അപ്പോൾ കഥ തുടരാൻ പോവാണ്. പാടിയിരിക്കുന്ന കാർത്തിക്. കാർത്തിക്കോ? കാർത്തിക് ആരാണ്? അനിയനാണ് കാർത്തിക്? അതോ കൂട്ടുകാരനാണോ? പാട്ട് പാടിയിരിക്കുന്ന ഒറിജിനൽ. കൂട്ടുകാരൻ അതോ കൂട്ടുകാരനാണോ അനിയനാണോ എന്ന് ചോദിച്ചത്? കൂട്ടുകാരൻ. കൂട്ടുകാരനാ? അത് ശരി. ആ പയ്യനായിട്ട് എത്ര നാളത്തെ പരിചയമുണ്ട്? അതറിയില്ല. കാർത്തിക്കുമായിട്ട് കൊറേ നാളായി ഓട്ടോയിൽ കയറാൻ തുടങ്ങിയിട്ട്. ഓടായതുകൊണ്ട് ഓട്ടോയില നിർത്തി. ഇന്നാണ് ഞാൻ എടുത്ത ഓട്ടോ. അത് ശരി. അത് ശരി. അപ്പൊ ഓക്കെ തുടങ്ങാം അല്ലേ? പ്രേമേട്ടാ കഥ തുടരാം. ഓക്കെ. പാട്ട് തുടരൂ. പാട്ടിന്റെ ഓക്കെ. കഥ തുടരാം. അയ്യോ ഒരു സെക്കൻഡ്. ഹലോ ഒരു കോള് വരുന്നുണ്ട്. ഒരു കോള്. ആരാ? ഹലോ. ഹലോ. ആ അതെ, ദീപക് ദീപാണ്. ആ നമ്മുടെ മീനൂട്ടി. ഓ ഓക്കെ. അല്ല അത് നമ്മുടെ അടുത്ത് ഇവിടെ കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആപ്പിൾ സെയിൽസ്. അതാണ് എന്നെ ചോദിച്ചതോ? മീനൂട്ടി, ഈ തൃപ്പൂണിത്തറ ജംഗ്ഷനിൽ വാങ്ങിച്ചിട്ട് കാശ് കൊടുക്കാതെയാണോ? ഇത് അത് എല്ലാം റിട്ടേൺ ചെയ്യാം. 4 കടിച്ചു പോയി, അതുകൊണ്ട് അത് ഇവിടെ വെക്കാം കേട്ടോ. 5 ഉണ്ട്. 5 ഓൾറെഡി കടിച്ചു പോയി. ഇവിടെ അത് കുഴപ്പമില്ല, നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തു. തിരിച്ചിപ്പോ കൊടുത്തു വിടാം. മീനുട്ടി പോയി കൊടുത്തു വിടാം. അത് പൈസ തരുമോ? എന്തൊക്കെയായിരുന്നു കാശ്മീര്, അച്ഛൻ കാശ്മീർ. എന്നെ ചതിച്ചതോ? ദീപങ്ങളെ പൈസ തരണം കേട്ടോ. ഇല്ല, അവര് തിരിച്ചെടുത്തോളാന്ന് പറഞ്ഞു. പൈസ കൊടുക്കാതെയോ? ആ മീനൂട്ടി കടിച്ച ആപ്പിളിന് ഒന്നുകൂടി വാല്യൂ കൂടുതലാന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, അന്നേരം കൂടെ കൊടുത്തേക്കോ. നമുക്ക് പാട്ട് തുടരാം അതോ കഥ തുടരണോ? പാട്ട് തുടരാം. എന്നാ പാട്ട് തുടരൂ. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് ഈ മാസ്റ്റർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം കളിക്കളം ഉള്ളിത്തടം പുറകെ ഒരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം ഉറക്കം പൊഴിഞ്ഞം വിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ. ഉറക്കമൊഴിഞ്ഞം വിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ. തുടുത്തു വരുമാവണി തെല്ലിനെ തഗ്ഗണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും മേളം കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം കളിക്കളം കൊള്ളിത്തടം പുറകേറു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം.
തങ്കത്താളം പള്ളിക്കള്ളം പള്ളിത്തട്ടം ഉറക്കേറും മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം വിശന്നു വരും അണ്ണാനേ വിളഞ്ഞ കണിയുണ്ണാൻ വാ വിടിഞ്ഞ കുറുവാൽ വീശി ഇരുന്നു കണി കാണാൻ വാ സുവർണ വിരലിൽ 3 വരകൾ അണിയും അഴകേ ചൊല്ലുക നീ പളുങ്കുമിഴിയിൽ തിങ്ങുമുണരും പഴയ കഥയോ പാടുക നീ കളകളരവം ചൊല്ലരുളിയ ദിനം ഹേ കളകളരവം ചൊല്ലരുളിയ ദിനം കണ്ണെഴുതിയ കനവിനെ തക്കണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും നീളം കിഴക്കും മലക്കം മലിട്ട തങ്ങത്താളം കള്ളിക്കള്ളം ഉള്ളിത്തടം ഉറക്കേറും മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം ഉറക്കമൊഴിഞ്ഞമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ ഉറക്കമൊഴിഞ്ഞമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ തുടുത്തു വരുമാവണി തെല്ലിനെ തഗണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും നീളം കിഴക്കും മലക്കം മലിട്ട തങ്കത്താളം കള്ളിക്കള്ളം ഒള്ളിത്തട്ടം ഉറക്കേറും മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം പ്രേമേട്ടാ. അല്ല ഓ മേഘടു സോറി, അല്ല MJ അങ്കിൾ അവിടെ അത് കാണുന്നില്ലല്ലോ. വിളിച്ചു നോക്കും, മേഘട വിളിച്ചാ വരും. അവിടെ സുഷിന്റെ അടുത്ത് ആരോ അവിടെ സുഷിന്റെ അടുത്ത് ആരോ. പ്രേമേട്ടാ സുഷോ പ്രേമേട്ടനോ ആ സുഷ് എന്ന് വിളിച്ചു. സുഷ് എന്ന് വിളിക്കുകയാണെങ്കിൽ സുഷ് എന്ന് വിളിക്കുകയാണെങ്കിൽ പ്രേമേട്ടനായിരിക്കും. ആരോ തോക്കൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. തോക്കല്ല ഇത് സബാഷ്. നല്ല ഒച്ചയല്ലേ? വായിക്കട്ടെ, കൊള്ളാമോ? ആ കൊറേ സമയം അങ്ങനെ ഇട്ടോണ്ടേയിരിക്കെ അങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കാനാ? നല്ല സുഖം അടി വാങ്ങി എനിക്ക് ഇട്ടോണ്ടിരിക്കാനും പറ്റില്ല. ഞാൻ ഒരു പാട്ട് വായിച്ച് കേൾപ്പിക്കാം. 1 2 1 2 3 4. ആഹാ, അതവിടെ ചുറ്റിപ്പോയി, അവിടെ ചുറ്റിപ്പോയി. ആവേശം കേറിയിട്ട് ആവേശം കേറി ഇതൊക്കെ പോയി കൈ. എന്നിട്ട് ഡാൻസ് ചെയ്തൊക്കെ പാടുമ്പോഴും ഓർത്തത് അയ്യോ നക്ഷത്രം എല്ലാം കയ്യിൽ പോയി ലിപ് മൂവ്മെന്റ് അല്ലേ ഇത്? എനിക്ക് വയ്യ. എനിക്ക് പറ്റിയ പണി വല്ലതും ചെയ്താൽ മൂവ്മെന്റ് തെറ്റിപ്പോയി. അതൊന്നും കൂടെ പാടിക്ക് കറക്റ്റ് ചെയ്യോ നിങ്ങളുടെ അവിടെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ഒന്ന് പാടി കേൾപ്പിച്ചേ. കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം കള്ളിക്കള്ളം ഒള്ളിത്തടം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവിടെ കമ്മലിട്ട് കമ്മ അത് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പാടാമോ, ഫോഴ്സ് ചെയ്ത് പാടാമോ? കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം കള്ളിക്കള്ളം ഒള്ളിത്തടം കളിക്കള്ളം ഒള്ളിത്തടം. അങ്ങനെ പാട്. ഉറക്കേറു മംഗളത്തിൻ 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 തകിൽ താളം തട്ടടാ പാട പാടാ ഉറക്കമൊഴിഞ്ഞമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ. പിന്നെ പിന്നെ തക്കണക്ക ജക്കണക്ക അങ്ങനെ തക്കണക്ക് തക്കണക്ക് തക്കത്താം
തക്കിണക്ക് തക്കത്താം. അങ്ങനെയാണോ? തക്ക തക്ക കിണക്ക് തക്കത്താം. തക്ക അതല്ലേ തക്ക. തഗ്ഗണക്ക് തക്കത്താം. അതിന്റെ അർത്ഥം എന്താ? തഗ്ഗിണക്ക്. അതിനൊരർത്ഥമില്ല. ഇല്ലേ? ഇല്ല, വെറുതെ ഒരു രസത്തിന് പാടുന്നതാണ്. ഓ സബാഷ്. രസവും ചോറും രസം. രസവും ചോറും കഴിക്കാൻ വേണ്ടി വിശക്കൊന്നും അതായിരിക്കും. ഓ, വിശക്കുമ്പോ പാടാനുള്ളതാണോ? ശരി. തക്കിണക്ക് തക്കത്താം. കിണക്ക് തക്കത്താം. അവിടെ ഇച്ചിരി ശ്രുതി പോയി. തഗ്ഗണക്ക് തക്കത്താം. തക്കിണക്ക് തക്കത്താം. ജഗ്ഗണക്ക് തക്കത്താം. ജക്കിണക്ക് തക്കത്താം. 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 തക്കുമുക്ക് തട്ടും മേളം. തക്കുമുക്ക് തട്ട് മേളം. എങ്ങനെ മേളം. മേളം. അങ്ങനെ അയ്യോ, കുറെ മേളിലേക്ക് പോ. കുറെ കൂടെ മേളിൽ പോണം. കുറച്ചും കൂടെ മേളിൽ. മേളം. അയ്യോ, തക്കുമുക്ക് തട്ടും മേളം. തക്കുമുക്ക് തട്ട് മേളം. ആണോ? കറക്റ്റ് ആണോ? അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പാടിക്കരുത്. തഗ്ഗണക്ക് തക്കത്താം. ജഗ്ഗണക്ക് തക്കത്താം. തക്കുമുക്ക് തട്ടും മേളം. അതാണ്. അപ്പോ കണ്ണൻ കുറച്ചും കൂടെ ശ്വാസം എടുത്തിട്ട് അത് പാടിക്കുക. കുറച്ചുകൂടെ എനർജി എടുത്തു. ഇനി പഠിക്കോ. തഗ്ഗണക്ക് തക്കത്താം. ജഗ്ഗണക്ക് തക്കത്താം. തക്കുമുക്ക് തട്ടും മേളം. ഇപ്പൊ മനസ്സിലായി. ശാബാഷ്. അതിനു മുമ്പേ നമുക്ക് നല്ല ശ്വാസം എടുത്തു കഴിഞ്ഞാൽ കിടിലമായിട്ട് പാടാൻ പറ്റും. അനുപല്ലവി ചരണത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനുപല്ലവി ചരണത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രുതി പോയി. ചില കറക്റ്റായിട്ട് താളത്തിന് വീണില്ല. ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളൊന്നും അങ്കിളോട് പറയാനില്ല കേട്ടാ. വെറുതെ പറഞ്ഞാണേ. നന്നായിട്ട് പാടി കേട്ടാ. ഇനി നന്നായിട്ട് പാടുമോ? ഇനി അതിന് ട്രൈ ചെയ്യണം കേട്ടോ. You should try, okay? Yes. Yeah, please agree to me. What do? I can't understand. You can't Can you understand say- me, okay. Again? You have to Here, now. promise that you're going to sing better Yes, next yes, time. I will sing. I will sing. Right. മേഘനക്കുട്ടി, എന്തെന്തോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പാട്ട്? മോക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ? ആ പക്ഷെ എപ്പോഴും ഇങ്ങനെ നടക്കും, പാടുമ്പോൾ ഇങ്ങനെ നടക്കും ചില സമയമൊക്കെ. ഈ പാട്ട് പാടിയപ്പോ മോൾക്ക് ടെമ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെനിക്ക് ആ സംഗതി വേഗം വേഗം എടുക്കാൻ പറ്റുന്നില്ല. ഓ, അതുകൊണ്ടാണ് താളം പ്രശ്നം പറ്റിയത്. പക്ഷെ താളത്തിൽ ആ സംഗതി പാടാൻ പറ്റില്ലേ? പറ്റും, പക്ഷെ വേഗം വേഗം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. ടെമ്പോയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ എടുക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പം അച്ഛനോട് പറയണം. നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു ടെമ്പോ ഒന്ന് ഫോണിൽ ഇട്ടുതാ. അപ്പൊ ടെമ്പോ ഇട്ട് തരുമ്പോ ആ ടെമ്പോ ക്ലിക്ക് കേട്ടിട്ട് മോള് പാടുമ്പോൾ റിഹേഴ്സലിനും കറക്റ്റായിട്ട് വരും. ഇതിപ്പോ എന്താ വെച്ചാൽ മോളുടെ കുഞ്ഞു വായടകത്ത് ഇതെല്ലാം കൊള്ളിച്ച് താളത്തിലും കൂടി വരുന്ന സമയത്ത് കുറച്ച് ലൂസായി പോകുന്നത് മാതിരി തോന്നി അങ്കിളിന്. പക്ഷേ ആ അനുപല്ലവിയിലും ചരണത്തിലൊക്കെ നല്ല സ്വീറ്റായിട്ട് ചില സംഭവങ്ങൾ പാടിയില്ലേ. ഓ, അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതിന് വലിയൊരു കയ്യടി അങ്കിൾ തരാം. ഈ പാട്ടിലൊരു ലൈൻ ഉണ്ടായിരുന്നല്ലോ, വന്നൊഴുകും ഒരിടം. അതേതാണെന്ന് പാടിയേ. കുരുന്നുമണിക്കാറ്റേ നീ കുറുമ്പിലിനി കൂടാൻ വാ. എനിക്കൊരു ശീലോടെ ഇലഞ്ഞി മരക്കീഴേ വാ. മുറിച്ച തളിരിൻ ദോഷനിലയിൽ വയറു നിറയെ ചോറു തരാം. നിനക്കൊന്നു കരാൻ നാവിലളിയാൻ മധുരമിനിയും കൊണ്ടുവരാം. കുളിരൊരു കുടം അന്നൊഴുകുമൊരിടം. ബാക്കി ബാക്കി പിന്നെ അതന്നെ. പോരട്ടെ. കുളിരൊരു കുടം വന്നൊഴുകുമൊരിടം കണ്ടുണരുമൊരു ഇരിനെ. തക്കണക്ക് തക്കത്താം. ജഗ്ഗണക്ക് തക്കത്താം. തക്കുമുക്ക് തട്ടും മേളം. സൂപ്പർ. സത്യം. ഓ, ഈ വയലാർ ചിത്രശാല നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ചിത്രശലഭോ? ശരിക്കും ആരാണ് ഈ പാട്ട് എഴുതിയത്? വയലാർ തന്നെയാ. വയലാറോ? ബാക്കി എന്താ? വയലാർ ചിത്ര ശലഭം. അല്ല, ചിത്ര വയലാർ. ശരത്തേടെ കേക്കണ്ട. വയലാർ ശരത് ചന്ദ്ര വർമ്മ. ശരത് ചന്ദ്ര വർമ്മ. പിന്നെ അതെ, വർമ്മ. അല്ല, വയലാർ ശരത് ചന്ദ്ര വർമ്മ. വയലാർ ശരത് ചന്ദ്ര ചന്ദ്ര വർമ്മ. വർമ്മ. കൂട്ടി പറഞ്ഞേ. വയലാർ ശരത് ശർമ്മ വർമ്മ. വർമ്മ. വയലാർ ഈ കുട്ടി വയലാർ ശരത് ശരത് ചന്ദ്ര
ചന്ദ്ര വർമ്മ. വർമ്മ. ശരത് ചന്ദ്ര വർമ്മ. ശരത് ചന്ദ്ര വർമ്മ. കാര്യം അടിപൊളി പാട്ടൊക്കെയാണ്, പക്ഷെ ഇത് പാടി വരുമ്പോ വിവരം അറിയും. ഇവരെന്ന് പറഞ്ഞാ അതായത് പാടി വരുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നു. അതിങ്ങനെ കുഞ്ഞു പ്രായത്തിൽ ഇത്ര വളരെ നന്നായിട്ട് അത് പാടി, കുറച്ച് ആ താളം വലിഞ്ഞു, കുറച്ച് ശ്രുതി മുകളിലേക്ക് എത്തിയില്ല, അതൊക്കെ ഉള്ളു പ്രശ്നം. പിന്നെ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടക്ക് 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 താം, അത് എങ്ങനെയാ? യെസ്, വെരി ഗുഡ്. പ്രേമേട്ടാ പ്രേമേട്ട അല്ലേ? എവിടെ പോയി പ്രേമേട്ട? ആണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അല്ല ഇല്ല, പ്രേമേട്ടൻ മീനാക്ഷി ചേച്ചിയുടെ അത്ര ഉണ്ടാവുള്ളൂ. ഞാൻ മേഘ്ന കുട്ടിയാ. അതാണ് ഇത്രയും ഭംഗിയായിട്ട് പാടിയത്, തകർത്ത് പാടിയല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പിന്നെ എക്സ്പ്രഷൻസും അങ്ങനെ വാക്കുകൾ പറയുന്ന രീതി. ഇപ്പൊ കാർത്തിക് ആ മലയാള വാക്കുകൾ ഒരുപോലെ വേറൊരു സ്റ്റൈലിലാണ് പറയുന്നത്. ആ ഒരു സ്റ്റൈലിസ്റ്റിക് എലിമെന്റ്, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാനുള്ള കഴിവില്ലേ, അതാണ് ഞാൻ അഭിനന്ദിക്കുന്നു. അസാധ്യമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ മോൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണമെങ്കിൽ അത് ഞാൻ മേടിച്ചു തരാം. ഒരു ബാർബി ഡോൾക്ക് ഇടാനൊരു ഡ്രസ്സും പിന്നെ ഷൂസൊക്കെ. അത് ഓക്കെ, ബാർബി ഡോൾ ഇടാനുള്ള ഡ്രസ്സും ഷൂസും ഡൺ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ മേഘന കുട്ടീനെ മീശ വെച്ചിട്ട് കാണുന്നതിനേക്കാളും നല്ലത് മീശ ഒന്നും ഇല്ലാതെ മേഘന കുട്ടിയായിട്ട് കാണണം. വരച്ചു വെച്ചിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. മീശ വേണമെങ്കിൽ അതിങ്ങനെ തുറച്ച് വേണമെങ്കിൽ മേഘന ഇടുന്ന പോലത്തെ ഉടുപ്പിട്ട് കാണിച്ചു തരാം. ആ, അതെങ്കിലും പറ്റുമോ? അത് മതി. അപ്പൊ എനിക്ക് മേഘന കുട്ടീനെ തിരിച്ചു കിട്ടി. നമ്മുടെ മേഘനക്കുട്ടിക്ക് ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് 9 on 10. Yeah. ഓഹോ, അങ്ങനെ. 9 out of 10. Thank you. 9 out of 10. Thank you. 27 out of 30. And that means Smolk in the judges panel തരുന്നു a triple wow. അട്ടിപ്പൂക്കുട്ടി, congratulations, you are awarded a triple wow. Wow, wow, wow. Thank you, sir. അപ്പൊ എല്ലാവരും നമ്മുടെ മേഘ്ഡുവിന്റെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് മേഘ്ഡുവിന് എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. Okay. അല്ല, ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ? ബാബാ ഇങ്ങോട്ട് ഓടി വാ. കൂട്ടുകാർക്കായി ഇതാ ഈ മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ്. കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇനി പഠിക്കാം ഈ മാസ്റ്ററിലൂടെ. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്കായി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ എടുത്തിരിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ സ്പെഷ്യൽ സിവിൽ സർവീസ് കോച്ചിംഗ് ക്ലാസുകളും ഇനി ഈ മാസ്റ്ററിൽ. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. ഇനി എളുപ്പത്തിൽ പഠിക്കാം ഈ മാസ്റ്ററിൽ. സാറിന്റെ റൗണ്ടിൽ പാടാൻ പോകുന്നത് മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ. അപ്പൊ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പാടിച്ചു വരാം. ടാറ്റാ. ഏലമലക്കാവിൽ ഉത്സവമായോ നീല പെണ്ണേ. Hey, Christmas tree. ഹലോ സർ. എങ്ങനെയുണ്ട്? സുഖാണ്. കോൺഫിഡന്റ്? ഇതേ എപ്പോഴും ആ വേദി നിന്നല്ലേ പാടുന്നേ? അതെ. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. ഇങ്ങോട്ട് വന്നു. അമ്മാനമാടി വരൂ പൂങ്കാറ്റേ. അനൂപ എത്തും. അപ്പൊ അതിനു മുമ്പ് ഇവിടെ വന്നിരുന്നോ? ഇരുന്നോ. എന്റെ കുഞ്ഞി മകളെ, എത്ര സന്തോഷം എന്നറിയാം അങ്കിളിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ. എനിക്കും സന്തോഷം. ആണോ? എത്ര സന്തോഷം.
ഇത്ര 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 എത്ര ഇത്ര ഞാൻ അതുവരെ ഇവിടെ ഇരുന്നിട്ട് അതല്ലേ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ എപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ കാഴ്ച കാണണം. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നല്ല രസമുണ്ടോ? മാർക്കൊക്കെ പറയണം തോന്നുന്നുണ്ടോ? കൃഷ്ണശ്രീക്ക് എത്ര മാർക്ക് കൊടുക്കും പാട്ടുകാരി എന്നുള്ള രീതിയിൽ? 10 എത്ര മാർക്ക് കൊടുക്കും? ഞാൻ സ്വന്തം താങ്കൾക്ക് എത്ര മാർക്ക് കൊടുക്കും? 10 മാർക്ക്. 10 ഫുൾ മാർക്ക് ആണോ? പഠിക്കാൻ എങ്ങനെയാ? കുഴപ്പമില്ല. മാത്തമാറ്റിക്സിന് എത്ര മാർക്ക്? നമ്മൾ മാത്രമേ കേൾക്കൂ, വേറെ ആരും കേൾക്കില്ല. പറഞ്ഞു. കൊറേ കാലമായിട്ട് ഞാൻ എക്സാം എഴുതില്ല. അയ്യോ, എക്സാം ഒന്നും എഴുതലില്ല. എന്ത് പരിപാടിയാണ് അല്ലേ? ഞാൻ പെട്ടെന്ന് കുറച്ച് ചോദ്യം ചോദിക്കാൻ പോവാണ്. ഏറ്റവും ഇഷ്ടമുള്ള മുട്ടായി ഏതാ? സ്നിക്കേഴ്സ്. ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ? ഞാൻ. ആഹാ. അപ്പൊ അമ്മയും അച്ഛനൊക്കെ? ഒറ്റ ആളല്ലേ പറയാൻ പാടുള്ളൂ. ഒരാള് രണ്ടാളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം? ഗെയിം അല്ല, ഗെയിം ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? താമരക്കണ്ണൻ ഉറങ്ങിയും ഇഷ്ടമാണ്. പിന്നെ മിഴിയോരം ഇഷ്ടമാണ്. അപ്പൊ മിഴിയോരം കേക്കട്ടെ. മിഴിയോരം മണിയോ കുളിരോ പറയോ നീ ഇളം പൂവേ മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. അപ്പോ ചക്രക്കുട്ടി ഇവിടെ വന്നിരുന്നത്, എന്റെ അടുത്ത് വന്നിരുന്നത് എനിക്ക് എത്ര സ്നേഹമാണ്, എത്ര ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് റിഹേഴ്സ് ചെയ്യണ്ടേ ഇനി പാട്ട്? ഇന്നത്തെ പാട്ട് ഏതാ? പ്രാക്ടീസ് കേട്ടോ? ഓക്കെ. ഓക്കെ അല്ലേ? നല്ല മിടിക്കായിട്ട് പാടണേ. ഓക്കെ, സോ റെഡി? റെഡി സർ. ടേക്ക് ആക്ഷൻ. മ്യൂസിക് പ്ലീസ്.
അതിരിരവും ക്യൂട്ടായിട്ട് ഒരു പാട്ട് എങ്ങനെ പാടണം എന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് ക്രിസ്മസ് ട്രീയുടെ പാട്ട് കേൾക്കണം. താങ്ക് യു സർ. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഡെഫിനേഷൻ പോലെയായിരുന്നു ഈ പാട്ട് പാടിയത്. അത്രയ്ക്ക് എനിക്ക് അങ്ങ് ഹൃദയത്തിൽ കൊണ്ടു. താങ്ക് യു സർ. ഹൃദയത്തിൻ മധുപാത്രമായിട്ട് മാറി ഈ പാട്ട്. ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുന്നു. ഷൂട്ടുള്ള ദിവസം ക്രിസ്മസ് ട്രീയുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസാരിക്കുമ്പോൾ തലയാടിക്കൊണ്ടിരിക്കും. അത് നമ്മള് അങ്ങനെ പറയും. പിന്നെ പാടുമ്പോഴത്തേക്കും ഓരോ സംഗതിയും ആക്ഷനിലൂടെയും കാണിക്കും. അത് ഇങ്ങനെ എങ്ങനെയാണത്? അതാണ്. ആ കൈ ശ്രദ്ധിച്ചാൽ മതി. അതാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വരച്ച് കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ചിത്രം കൂടെ വരയ്ക്കും. ഒരു പെൻസിലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പാട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ചിത്രം ഉണ്ടാവും. ആ രീതിയാണ്. പിന്നെ കൃത്യമായിട്ട് പാട്ട് പഠിക്കും. ഓരോ സ്ഥലത്തും എന്ത് സംഗതിയാണ്, എന്ത് എക്സ്പ്രഷനാണ്, എവിടെയാണ് ഓപ്പൺ ആയിട്ട് പാടേണ്ടത്, എവിടെയാണ് കുറച്ച് ഒതുക്കേണ്ടത്, ഇതെല്ലാം അറിയാവുന്ന കള്ളക്കുട്ടിയാണ് ഈ ക്രിസ്മസ് ട്രീ. അന്ന് ഒത്തിരി പഠിപ്പോ അങ്ങനെ വോയിസ് മോഡുലേഷൻ ഒക്കെ അന്ന് പറഞ്ഞു തന്നില്ലേ? അങ്ങനെ പഠിക്കാനൊക്കെ. ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കേൾക്കുകയും അത് പോയി റിഹേഴ്സ് ചെയ്യുകയും അതോടുകൂടി അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇവിടെ വന്ന് പാടുകയും ചെയ്യുന്ന അത്ഭുത പ്രതിഭാസമല്ലേ ഈ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പല വരികളുണ്ട്. നീലവേനലാറുമ്പോഴും എന്ന് പാടിയില്ലേ, സൂപ്പറായിരുന്നു. പിന്നെ എപ്പോഴും എങ്ങനെയാണ് വേണ്ടതെന്ന് ഈ പാട്ടിൽ ഉണ്ട്. അതായത് തന്നെത്താനെ നേടി പിന്നീടുള്ളതെല്ലാം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. തന്നെത്താനെ നേടണം. വർക്ക് ഹാർഡ്. നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ അനുഗ്രഹത്താൽ, ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ നമ്മൾ തന്നെത്താനെ നേടി ഇരിക്കണം. അത് ക്രിസ്മസ് ട്രീക്ക് നേടാൻ പറ്റും കേട്ടോ. പിന്നെ വേറെ ചില വളരെ സോഫ്റ്റ് ആയിട്ട് പാടിയില്ലേ ഇടയ്ക്ക്, ആ പോർഷൻ ഒന്ന് പാടാമോ? അത് ആ സമയത്ത് അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എവിടെ കൊണ്ടു? ഹൃദയത്തിൽ കൊണ്ട്. അത് ഒരു പ്രാവശ്യമല്ല, ഇങ്ങനെ നിരന്തരം ഹൃദയത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്റെ ഹൃദയം എന്തായി പോകുന്നു. അങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് സുശാന്ത് രാജ, കറക്റ്റ് രാജ സാറിന്റെ ടോൺ. സുശാന്ത് രാജ റോക്ക്. ഒരു ചെറിയൊരു റിക്വസ്റ്റ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ഒരു പല്ലവി ഒന്ന് കേൾക്കും. அது என்னாஹோ பொய்யாஹோ அது என்னாஹோ ನೆಲ ಅದು ವಾನದ ಮೇಲೆ ಪಲ್ಲಾನದು ಓಡದ ಮೇಲೆ ನೆಲ ಅದು ವಾನದ ಮೇಲೆ ಪಲ್ಲಾನದು ಓಡದ ಮೇಲೆ ಒಂದಾಡದ ತೇಡದ ಒನ್ನ ವಯ್ಯಾಹೋ ಅದು ಎನ್ನಾಹೋ பொழுதான போதும் துணொன்னு வேணும் இளங்கால ஆட்டம் விடிஞ்சாதான் போகும் நிலா அது வானத்து மேலே பல்லானது ஓடது மேலே வந்தாடுது தேடுது ஒன்ன ஒய்யாஹோ அது என்னாஹோ. സുശാന്ത് രാജ നല്ലൊരു കൈഡി കൂടെ. സൂപ്പർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, ക്യൂട്ടായിട്ട് പാടി. ക്യൂട്ടി ക്യൂട്ടി ബ്യൂട്ടി ക്യൂട്ടി ക്രിസ്മസ് ട്രീ. സബാഷ്. ക്രിസ്മസ് ട്രീ ഇപ്പോഴത്തെ പോലെ അതിമനോഹരമായിട്ട് തന്നെ മോളിന്ന് പാടി. എനിക്ക് ഇതിൽ ഏറ്റവും ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ലയം. നല്ല ലയമായിരുന്നു മോള് പാടുന്ന സമയത്ത്. ഒന്നും ആർട്ടിഫിഷ്യലി പഠിച്ച് അതിവിടെ പഠിച്ച സംഭവം ഇവിടെ വന്ന് പാടുക എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലല്ല മോളുടെ പാട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ഫീലിംഗ്. അത് എനിക്ക് തോന്നുന്നത് കൂടുതലും മോളിൽ അതിനെ അപ്ലൈ ചെയ്ത ഡൈനാമിക്സ്, എവിടെയൊക്കെ സട്ടിലായിട്ട് പാടണം,
എവിടെയൊക്കെ കുറച്ചും കൂടിയും ലൗഡായിട്ട് പാടണം. ഇതെല്ലാം മോള് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. താങ്ക് യു സർ. സ്ഥിരം കേട്ട് പരിചയമുള്ള പാട്ടാണെങ്കിൽ അതിൻ്റെ മുക്കും മൂലയും നമുക്ക് അറിയും. പക്ഷെ നിങ്ങളെ പോലത്തെ ഏറ്റവും പുതിയ ജനറേഷൻ, ഒട്ടും പരിചയമില്ലാത്ത നിങ്ങളുടെ അച്ഛനമ്മമാർ ജനിക്കുന്നതിന് മുമ്പേയുള്ള പാട്ടുകൾ എടുത്ത് അതിൻ്റെ നൂക്ക് ആൻഡ് കോർണർ എക്സ്പ്ലോർ ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു. ഒരു ചെറിയൊരു സംഗതി പോലും വിട്ടുപോവാതെ പഠിച്ചിവിടെ വരുമ്പം അത് കേട്ട് പരിചയം കൊണ്ടല്ല, അത് പ്യൂർലി ഡെഡിക്കേഷനാണ് ഒരു പാട്ട് പഠിക്കുന്ന സമയത്ത്. അതാണ് ഇന്ന് അങ്കിൾ മോളിൽ ഈ പാട്ടിൽ കണ്ടത്. മോളുടെ പ്രായത്തിൽ ഒരു കുട്ടിക്ക് പാടാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇന്ന് തന്നിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു സർ. കൃഷ്ണശ്രീ എന്തോ ഉഗ്രനായിട്ട് പാടി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. നല്ല കോൺഫിഡൻസോട് കൂടി ആണ് നമ്മൾ പാടിയത്. പാട്ടിന്റെ ഓരോ ലൈനുകളും വളരെ സൂക്ഷിച്ച് പഠിച്ചതാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ആ ശബ്ദം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു പുൽത്തകടിയുള്ള ഒരു മലപ്രദേശത്ത്, മലകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നല്ല പുൽത്തകടിയിൽ ഇങ്ങനെ ഇരുന്ന് എല്ലാം കാറ്റിങ്ങനെ വീശില്ലേ, ആ ഒരു ഫീലാണ് കൃഷ്ണശ്രീയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പാട്ടിന്റെ സീനും അങ്ങനെയാണോ? ശരിക്കും? അയ്യോ എന്താന്ന് നോക്കിയേ. താങ്ക് യു സർ. ഓ, അസാധ്യമായിട്ട് പാടി മോളെ. താങ്ക് യു മാം. ആസമായിരുന്നു. ആ ഒരു എസ്പെഷ്യലി അനുപല്ലവി കഴിഞ്ഞു വരുന്ന ആ ഒരു പല്ലവിന്റെ സംഗതിയല്ലേ, പിന്നെ ഈ ലാസ്റ്റ് അവസാനത്തെ ഒരു സംഗതിയും ഒരു മാജിക്കലായി തോന്നി എനിക്ക്. ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു മോളുടെ വോയിസ് വളരെ ഒരു മിസ്റ്റിക്കൽ മഞ്ഞ് പോലുള്ള ഒരു വോയിസ് ആണ്. അപ്പോ ആ വാക്കുകൾ കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആ പാട്ടിന്റെ നമുക്ക് വാക്കുകൾ മനസ്സിലാവും, ആ പാട്ടിന്റെ ഫീല് കുറച്ചുകൂടി നമുക്ക് കിട്ടും. അങ്ങനെ എനിക്ക് തോന്നി. വേറെ എനിക്ക് ഒന്നുമില്ല പറയാൻ, അസാധ്യമായിട്ട് പാടി. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ്. താങ്ക് യു മാം. അപ്പോ ക്യൂട്ടി ക്രിസ്മസ് ട്രീ, എന്തോ യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 9.75 out of 10 today. താങ്ക് യു സർ. താങ്ക് യു സർ. 9.75. താങ്ക് യു സർ. എക്സൈറ്റ്മെന്റ് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവാൻ പോവുകയാണ് കൃഷ്ണശ്രീക്ക്. 10 out of 10. താങ്ക് യു സർ. അപ്പോൾ ക്രിസ്മസ് ട്രീക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 29.5 out of 30. താങ്ക് യു സർ. 29.5 എന്ന് പറയുമ്പോൾ ജഡ്ജസ് പാനൽ മോൾക്ക് ഇന്ന് തരുന്നു താങ്ക് യു സർ. ചോരപ്പണ്ടോ അട്ടിപ്പൂക്കുട്ടി. Congratulations, you are awarded A extreme. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കൃഷ്ണശ്രീ കുട്ടിക്ക് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. താങ്ക് യു. ടാറ്റാ. ഈ കോവിഡ് കാലത്ത് എങ്ങനെ ഷോപ്പിൽ പോയി ഗാഡ്ജറ്റ് പർച്ചേസ് ചെയ്യുമെന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരിക്കും അല്ലേ? എന്നാൽ ഷോപ്പ് മൈജി ആണെങ്കിൽ ഇനി ടെൻഷനേ വേണ്ട. എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന മൈജി ഷോറൂമുകൾ കസ്റ്റമേഴ്സിന്റെ സുരക്ഷ വളരെയേറെ പ്രാധാന്യം നൽകുന്നു. ബഡ്ജറ്റ് ഒരു പ്രശ്നമാകാതെ ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ മൈജിയിൽ നിന്നും സ്വന്തമാക്കാം. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ് എന്നിങ്ങനെ എല്ലാവിധ ഗാഡ്ജറ്റിന്റെയും ഏറ്റവും വലിയ കളക്ഷനാണ് മൈജി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മൈജിയുടെ ഫിനാൻസ് സൗകര്യങ്ങളും സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഇനി നിങ്ങൾക്ക് സ്വന്തം. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. പാട്ടിന്റെ കിളിക്കൊഞ്ചൽ ഒരുക്കിയ കണ്ണൂരുകാരി നമ്മുടെ സ്വന്തം ദേവനക്കുട്ടി. വെൽക്കം ദേവന. സിക്കേ. ഹായ്, ഞാൻ ഇന്ന് പാടാം. ഹായ്, ഞാൻ ഇന്ന് അമ്മമ്മ സെലക്ട് ചെയ്ത് തന്ന പാട്ടാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. ഉറക്കം കണ്ണുകൾ എന്ന് പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് വീഡിയോ എനിക്ക് അമ്മ കാണിച്ചു തന്നു. അതിൽ അഭിനയിച്ചിട്ടുള്ളത് മുകേഷ് അങ്കിളാണ്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ കൂടെ തന്നെ ആരാന്ന് അമ്മേനോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ജലജയന്തി ആണെന്ന് പറഞ്ഞു. ഈ സിനിമേൻ്റെ പേര് മഹായാണെന്നാണ്. അപ്പോൾ ഞാൻ പോയിട്ട് പാടിയിട്ട് വരാം കേട്ടോ. ബൈ. കണ്ടോ ഹലോ ഹലോ. എന്നെ കണ്ടോ? കണ്ടു.
ഇപ്പൊ തന്നെ കണ്ടു അല്ലേ? ആ കണ്ടു. ഇന്നലെ കണ്ടോ? ഇന്നലെ കണ്ടില്ല. അത് തന്നെ. ആഹാ, ഇതെന്തൊക്കെയാണ് ഈ കോസ്റ്റ്യൂം ഒക്കെ? അയ്യോ, വാതുക്കല് വെള്ളരിപ്രാവ്, ഇത് റോസരി പ്രാവാ. കണ്ടോ? വാതുക്കല് റോസരിപ്രാവ്. എന്താണ് കണ്ണാ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ആണോ? ആ. ചുന്ദരിയായിട്ടുണ്ട് കേട്ടോ, ചുന്ദരി മണിയാണ്. താങ്ക് യു സർ. ഏത് പാട്ടാ മോള് പാടുന്നത്? ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കെട്ടുമ്പോൾ. ആരാ അതിന്റെ മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക് ഡയറക്ടർ ഹൗസേപ്പച്ചൻ സാർ. അല്ല, ഹൗസേപ്പച്ചൻ സാർ. ആ, ആരാ ലിറിക്സ്? ലിറിക്സ് ശ്രീകുമാരൻ തമ്പി. തമ്പിയാ? തമ്പിയോ? ശ്രീകുമാരൻ തമ്പി സാർ. ആ, yes, yes, yes. മോളുടെ അപ്പൂപ്പന്റെ പ്രായല്ലേ? പിന്നെ ആരാ ഇത് പാടിയത്? ചിത്രമ്മ. ഓക്കെ. ചിത്രമ്മയും പാടിയിട്ടുണ്ട്, പിന്നെ എം ജി ആണ്. എം ജി അങ്കിളും പാടിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഹൗസേപ്പച്ചൻ സാറും പാടിയിട്ടുണ്ട്. ഹൗസ് അല്ല, ഔസേപ്പച്ചൻ സാർ. ഹൗസേപ്പച്ചൻ സാറ്. അപ്പൊ നമുക്ക് കേൾക്കാം. ആ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
ഇങ്ങനെയൊക്കെയാണ് പാടുന്നത്. മിടുക്കി മിടുക്കി മിടു 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 മിടുക്കി ദേവനക്കുട്ടി എന്റെ മിടുക്കി. എന്റെ ചക്കരം മിടുക്കിയാണ് കേട്ടോ. ആസ്വാദ്യമായിട്ട് പാടിക്കളഞ്ഞില്ലേ. അത് മാത്രമല്ല എന്ത് ഈസിയാണ്. അതിനിടയിൽ ചിരിയാണ്. ഇങ്ങനെ ചിരി പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ ചിരി നമുക്ക് തന്നുകൊണ്ട് ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും തോന്നുന്നില്ലേ എന്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ചിരിയാണ്. ആ ചിരിച്ചുകൊണ്ട് ആ പാട്ടൊക്കെ പാടുകയാണ് അല്ലേ. ആ അരികിൽ വരും കാറ്റിൻ മഞ്ചലിൽ അത് പാടിയപ്പോഴത്തേക്ക് ശരിക്ക് ഈ മകളുടെ ടാലന്റ് അവിടെ എങ്ങനെയാണ്. ഈ ടാലന്റ് പിടിക്കണ്ടേ വേണ്ട കണ്ണാ. ആ ശ്രുതിയെ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആക്കി വെക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും ശ്രുതി എന്തോ അങ്ങനെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ ശ്രുതി എന്ത് ചെയ്യും. ശ്രുതി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും. ശ്രുതി പറയും അയ്യോ എനിക്ക് ദേവനക്കുട്ടിയെ വിട്ട് പോകാൻ പറ്റൂല, എനിക്ക് ദേവനക്കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കണം. അപ്പൊ ശ്രുതി പോകത്തില്ല അല്ലേ. അപ്പൊ ശ്രുതി എന്ത് ചെയ്യണം. കൺട്രോൾ ചെയ്യല്ല. ബെസ്റ്റ് ഫ്രണ്ട്സിന് നമ്മൾ കൺട്രോൾ ചെയ്യും. ശ്രുതിയെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം. എന്തൊക്കെ ആ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാക്കണം കേട്ടോ. കേട്ടോ ചെയ്യോ. ആ പിന്നെ എന്താണ് വേറെ വിടരും കോവിലിൽ എന്ന് പാടിയില്ലേ. അത് സൂപ്പറായിരുന്നു. അയ്യോ ഇങ്ങനെ വേറെ ആർക്കെങ്കിലും പാടാൻ പറ്റുമോ. ഒന്ന് പാടി കേൾപ്പിച്ചേ. അതിങ്ങനെ ഒഴുകി 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 എങ്ങനെയാണ് ഇങ്ങനെ ഒഴുക്കണേ. ആഹാ ഇങ്ങനെ കൈ എവിടെ പോകണോ അതുപോലെ തന്നെ പാട്ടും പോകണം. അങ്ങനെയാണ് വേറൊരു പ്രത്യേകത. ഇങ്ങനെ കൈ ഇഷ്ടം പോലെ പോകുന്നുണ്ട് പക്ഷെ പാട്ട് അതുപോലെ തന്നെ ഒഴുകുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ചില ആൾക്കാർക്ക് കൈ വളരെയധികം, എന്നെ പോലുള്ള ആൾക്കാർക്ക് കൈയൊക്കെ വളരെയധികം പ്രവർത്തിക്കും പക്ഷെ പാട്ട് അത്രയും വരില്ല. പക്ഷെ ദേവനക്കുട്ടിക്ക് അങ്ങനെയല്ല. അങ്കിളിനെയൊക്കെ പഠിപ്പിച്ചു തരാണ് ഇങ്ങനെയാണ് പാടേണ്ടതെന്ന് പഠിപ്പിച്ചു തരാണ്. ഇത്രയും കൊച്ചു ഒരു പൊടിടപ്പി പോലെ ഉള്ളൂ. അതിന്ന് ഈ ക്യൂട്ടി പൈഡേന്ന് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദമാണ് വരണത്. ആ ശബ്ദത്തിൽ നിന്ന് എന്തൊക്കെ ഭാവങ്ങളാണ് കൊണ്ടുവരാൻ പറ്റുന്നത് കുഞ്ഞിന് പോലും അറിഞ്ഞൂടാത്തത്. അങ്ങനെയാണ് ഈശ്വരന്റെ അനുഗ്രഹം കേട്ടോ. പിന്നെ പാട്ട് തുടങ്ങുമ്പോൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് പാടണം കേട്ടോ. ഉറക്കം കൺകളിൽ ആ ഉറക്കം എന്നുള്ള തുടക്കത്തിലുള്ള ആ ഉറക്കം ശരിക്ക് ഉറക്കം വന്നോ എന്ന് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ ഒരു ലൈവായില്ല. ഉറക്കം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പാടാൻ പറ്റില്ലല്ലോ. ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കെട്ടുമ്പോൾ ഇങ്ങനെ ഉറക്കം വന്ന് തുടങ്ങുമ്പോൾ എന്നുള്ള അർത്ഥമാണോ അല്ലേ. അപ്പൊ ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കെട്ടുമ്പോൾ അല്ലേ. ആ ഉറക്കം കറക്റ്റ് ആ ശ്രുതിയില് കറക്റ്റായിട്ട് ബോൾഡായിട്ട് പാടണം കേട്ടോ. പഠിക്കേ. ആദ്യം ഹമ്മിങ് പാടിയ അത്രയും ബ്രൈറ്റ്നെസ് ഉറക്കത്തിന് വന്നില്ല. അപ്പൊ അവിടെ ചെറുതായിട്ട് ഉറങ്ങിപ്പോയോ എന്ന് അങ്കിളിന് ഒരു സംശയമുണ്ട്. പിന്നെ എന്താണ് കല്ലോലങ്ങൾ അല്ലേ. കല്ലോലം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ. കുഞ്ഞിനറിഞ്ഞില്ല. കല്ലോലം എന്ന് പറഞ്ഞാൽ തിര എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. വേവ് തിര എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട്. അപ്പോൾ സന്തോഷങ്ങൾ പാടുന്ന താരാട്ടുകളിൽ അത് സന്തോഷമാണ്. അത് സന്തോഷം ഒരു തിരയായി വന്ന് പടരുന്ന താരാട്ടിൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ കല്ലോലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം അതിനകത്ത് വരണം. അങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പി സാറ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് പാടിയാൽ നമുക്ക് എന്താക്കാം, എല്ലാ പെർഫോമൻസും ഒരു ഗോൾഡൻ ക്രൗൺ ആക്കാം. ചെയ്യോ? അങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്യൂ അങ്ങനെ ചെയ്യുന്ന പറയും. എല്ലാവരും കേട്ടല്ലോ. ഇനി പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ദീപു എങ്ങനെയുണ്ട്? എനിക്ക് തോന്നിയത് മോള് പാടി കഴിഞ്ഞപ്പം നല്ല ഹാപ്പി ആയിരുന്നു അല്ലേ. മോൾ ആഗ്രഹിച്ച പോലെ മോള് പാടി. തെറ്റുകൾ എന്തെങ്കിലും തോന്നിയോ പാടുന്ന സമയത്ത്? തോന്നിയില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോൾ എൻജോയ് ചെയ്താണ് പാടിയത്. അതെനിക്ക് മനസ്സിലായി. എന്തായാലും വളരെ രസം. മോളുടെ പാട്ടില് അങ്കിളിന് ശരിക്കും പറഞ്ഞാൽ പഴയ മലയാളം പാട്ടുകളിൽ കിട്ടുന്ന സുഖം അത് നന്നായിട്ട് കിട്ടി. കാരണം മോളുടെ ആ ഫുള്ളുള്ള ഫീലൊക്കെ കറക്റ്റ് ആയിരുന്നു. മോള് സംഗതികൾ പാടുമ്പോഴൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞില്ലേ, വളരെ എന്താ പറയണ്ട ഫ്രം ദ ഹാർട്ടാണ് മോള് പാടുന്നത്. പിന്നെ MJ അങ്കിൾ ഒരു കാര്യം പറഞ്ഞു, എന്താണ്, ശ്രുതിയെ
ഫ്രണ്ട് ആക്കണം. ഫ്രണ്ട് ആക്കണം. മോൾ അറിയാതെ പറഞ്ഞ ശ്രുതിയെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഈ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ കൈ വിട്ടു പോകും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വളരെ കെയറിങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അപ്പം നമ്മൾ എപ്പോഴും ശ്രുതിയെ ഇങ്ങനെ ശ്രദ്ധിച്ച് കെയർ ചെയ്ത് നിൽക്കുക എന്ന് ശ്രുതിക്കും തോന്നിയാൽ പിന്നെ ശ്രുതിക്ക് നമ്മളെ വിട്ടു പോകാൻ തോന്നില്ല. മനസ്സിലായോ? ആരാടാ ശ്രുതി? ആ ശ്രുതി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളി ഉടനെ ചിന്തിച്ചു ഈ ഏതോ ഒരു ശ്രുതിനെ കൺട്രോൾ ചെയ്യാതെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ കയ്യും തൊണ്ടയിലും ഒക്കെ വരുന്നു പറഞ്ഞു. ഈ അങ്കിള് പറഞ്ഞു കയ്യിൽ വരും തൊണ്ടയിൽ വരില്ല. അങ്കിളിന്റെ കാര്യം എന്താ അറിയോ? കയ്യിലും വരില്ല തൊണ്ടയിലും വരില്ല. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ ആകെ സീരിയസ് ആയിട്ട് തമാശയാണോ ഇത്? അതെ, സീരിയസ് ആണോ തമാശയാണോ? തമാശ പറയടാ. പിന്നെ ഒരു കാര്യം മോള് ശ്രദ്ധിച്ചോ? മോൾക്ക് ഈ പാട്ടിന് ഈ ഓർക്കസ്ട്ര എന്താണ് വായിച്ചത്? എല്ലാവർക്കും വലിയൊരു കയ്യടി. ഒരു രക്ഷയില്ല. ആ വയലിൻ സെക്ഷനും എല്ലാം കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഓഹ്, ഇത് എന്താണിത് എന്ന്. കുറച്ചും കൂടി ശ്രുതിയിൽ ശ്രദ്ധിക്കുക. പാടുന്ന സമയത്ത് നമ്മൾ ബാക്കി ശ്രുതി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിൽ ശ്രദ്ധിച്ച് പാടിയ സുഖമായിട്ട് മോൾക്ക് പാടാം. ഓൾ ദി ബെസ്റ്റ്. ദേവനക്കുട്ടി, പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോളുടെ കുഞ്ഞു പ്രായം വെച്ച് നോക്കുമ്പോൾ ഈ പാട്ട് അതിമനോഹരമായിട്ട് മോള് പാടി കേട്ടോ. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇങ്ങനെ ഇത്ര നന്നായിട്ട് പാടില്ല. അസല് പാട്ടുകാരിയാണ്. ഓക്കെ, നല്ല ഒന്നാം തരം പാട്ടുകാരിയാണ്. ആര്? ദേവനക്കുട്ടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അടിച്ചു പൊളിച്ച് ഇന്ന് പാടിയല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നലെ ഞാൻ ചിത്രമ്മ എന്ന് കണ്ടു. അപ്പൊ ചിത്രമ്മ എന്നോട് പറഞ്ഞു ഈ ഫ്ലവേഴ്സ് പോവാറില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നാളെ ഞാൻ തീർച്ചയായിട്ടും പോവും. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ദേവന സി കെ ആണോ? ആരായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ദേവന സി കെ എന്ന് പറഞ്ഞിട്ട് എന്ത് അടിച്ചു പൊളിച്ച് ഇവരൊക്കെ പാടുന്നു. എത്ര ഡിഫിക്കൾട്ട് സോങ്സ് ഇങ്ങനെ വളരെ ഈസി ആയിട്ടല്ലേ പാടുന്നത്. എങ്ങനെയാണ് ഇത്? സത്യത്തിൽ അവരങ്ങനെ ലൈവായിട്ട് പാടുന്നതാണോ എന്ന് ഇന്നലെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ദേവനോട് തീർച്ചയായിട്ടും പറയാം. അപ്പൊ ചിത്രമ്മ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ദേവനന്റെ പാട്ടും. ഓക്കെ, അപ്പൊ എനിക്കും ഒരുപാട് ഇഷ്ടമായി. ഇന്ന് ഇത് ടു മച്ച് ഇംപ്രൂവ്മെന്റ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ശ്രുതിന്റെ കാര്യം മാത്രം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പാടി ഒഴുകി വരുമ്പം ഫുള്ളായിട്ട് ഫോക്കസോട് പാടുമ്പം നമുക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ദേവനയ്ക്ക് അത് വളരെ ഈസിയാണ്. പക്ഷെ ജസ്റ്റ് ഫോക്കസ് മാത്രം. ആക്ച്വലി അരികിൽ വരും ആ ലൈന് കേൾക്കുമ്പം ഇത് ബൃന്ദാവന സാരംഗല്ലേ ഏകദേശം. അത് ലൈന് കേട്ടപ്പോ എന്ത് ശ്രുതിയാണത്? അങ്ങനെ ഒരു പാട്ടുണ്ട്. കണ്ട ദൈവമായി കാഴ്ചയളിപ്പത് പഴനിയിലെ വൃന്ദാവന സാരംഗ രാഗത്തിൽ. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷെ ആ ഫ്രേസ് കേട്ടിട്ട് വളരെ ഭംഗിയായ ഒരു കോമ്പോസിഷൻ ഔസപ്പേട്ടന് ഒരുപാട് ഒരു ഹൈ. ഇതിനു വേണ്ടി ബ്യൂട്ടിഫുൾ സോങ് ആണ് ഏട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. യു വെൽക്കം. കറക്റ്റ് ചിത്ര ആന്റിയുടെ പാട്ട് പാടി അന്ന് തന്നെ ചിത്ര ആന്റിയുടെ വലിയ കോംപ്ലിമെന്റ് മോള് കേട്ടു. ഭയങ്കര ടൈമിംഗ് ആണല്ലോ അത്. ചിത്ര ആന്റി എന്റെ അടുത്തും പറയാറുണ്ട് ഇടയ്ക്ക്. ദേവനക്കുട്ടിയുടെ ഓരോ പാട്ട് കേൾക്കുമ്പോ ചേച്ചി പറയാറുണ്ട് എന്ത് പാട്ടാ കുട്ടി പറഞ്ഞതെന്ന്, എന്ത് രസമായിട്ടാ പറഞ്ഞതെന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്ത് പാട്ടാ ഈ കുട്ടി പാടുന്നത് അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ദേവനക്കുട്ടിക്ക് CK ദേവനക്ക് I am going to award 9.5 out of 10 for today's performance. ഞാൻ എത്രയായിരിക്കും തരിക? 9 out of 10. ശരിക്കും മോക്ക് ദീപകങ്ങൾ മനസ്സിലായി. 9 തന്നെ. താങ്ക് യു സർ. അപ്പൊ പിന്നെ മധുവങ്കളും അനുമാമും എങ്ങനെയാണ്? 9. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? 9 out of 10. താങ്ക് യു സർ. അപ്പൊ ദേവനക്കുട്ടിക്ക് ഇന്ന് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 27.5 out of 30. താങ്ക് യു സർ. 27.5 out of 30 എന്ന് പറയുമ്പോൾ ദേവനക്കുട്ടിക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തന്നിരിക്കുന്നത് Congratulations, you are awarded a triple wow. 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 താങ്ക് യു സർ.
അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ദേവനക്കുട്ടിക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. മേലേ മേലേ മാനം മാനം നീലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ പാട്ടുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാവരും ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അനു ചേച്ചി, നമ്മുടെ ക്രിസ്മസ് ട്രീ കൃഷ്ണശ്രീ. വെൽക്കം കൃഷ്ണശ്രീ ഓൺ സ്റ്റേജ്. പൂങ്കുയിലേ പൂങ്കരളേ പൂത്തത് പൊൻപൂവോ പൂങ്കുയിലേ പൂങ്കരളേ പൂത്തത് പൊൻപൂവോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും